ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുള്ള പോപ്കോൺ, അതായത് ചോക്ലേറ്റ് പോപ്കോൺ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോർമലി നമ്മുടെ സാധാരണ പോപ്കോൺ, അതായത് സോൾട്ടും ഓയിലും മാത്രം ചേർത്തിട്ട് ചെയ്യുന്ന പോപ്കോൺ നിങ്ങൾ ഒട്ടുമിക്കവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബട്ടറിൻ്റെ ഫ്ലേവറിൽ പോപ്കോൺ ഉണ്ട്, അതുപോലെ തന്നെ കാരമലൈസ്ഡ് പോപ്കോൺ ഉണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് പോപ്കോൺ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് പോപ്കോൺ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടും ചെയ്തിട്ടെടുക്കുക എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പോപ്കോൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പോപ്കോൺ നമ്മൾ ആ ഒരു കോൺ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ചുവട് കട്ടിയായിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ എടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ നല്ല ചുവട് കട്ടിയായിട്ടുള്ളൊരു പാത്രം എടുക്കുക. ഈ ഒരു പാത്രം ഒന്ന് ചൂടായിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ എടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഓയിലും അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് കോൺ ചേർത്ത് കൊടുക്കണം. അതായത് ഡ്രൈഡ് ആയിട്ടുള്ള കോണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ് കപ്പിന് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് അളവിലൊന്നും കാര്യമില്ല കേട്ടോ, നമുക്ക് എത്ര വേണേലും എടുക്കാം. അപ്പോൾ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് കൂടെ ശകലം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള പോപ്കോൺ ആണ് ചെയ്യുന്നതെങ്കിലും അതൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് കൂടെ ചേർക്കണം. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു ഓയിലും ഉപ്പും നന്നായിട്ട് ഈ ഒരു കോണിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പം ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ വെച്ചിരിക്കാം കേട്ടോ. ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ഈ ഒരു കോണ് പൊട്ടി വരുന്ന സമയത്ത് എല്ലാം ഒരുമിച്ച് പൊട്ടി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുകയാണ്, ഒന്നിന് മുകളിൽ ഒന്നും നിൽക്കാത്ത രീതിയിൽ. എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഇനി ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അടച്ചു വെച്ചിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അത്യാവശ്യം ഇങ്ങനെ കോണ് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ കോൺസ് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നല്ല പോലെ തന്നെ പൊട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ പൊട്ടി വന്നിട്ടുള്ള കോണുകൾ, അതായത് പോപ്കോണുകൾ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കോൺസ് ഇങ്ങനെ പൊട്ടി വരുമ്പം ചില കോൺസ് ഇങ്ങനെ പൊട്ടാണ്ട് അതിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രം ഒന്നിങ്ങനെ നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ആകുമ്പം അങ്ങനെ പൊട്ടാതെ കിടക്കുന്ന കോൺസ് ഉണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് പൊട്ടിയിട്ട് പോപ്കോണായിട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ നന്നായിട്ട് തന്നെ കുറച്ച് കൊടുക്കുക കേട്ടോ. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരുവിധം നമ്മുടെ എല്ലാ കോൺസും തന്നെ നന്നായിട്ട് പൊട്ടി പോപ്കോണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം, തുറന്ന് നോക്കണ്ട. കാരണം ആ ചൂടിൽ ഇനിയും പൊട്ടാനുണ്ടെങ്കിൽ അതങ്ങ് പൊട്ടി വന്നോളും. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള കംപ്ലീറ്റ് കോണും നന്നായിട്ട് തന്നെ പൊട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പോപ്കോൺ ആയിട്ടുണ്ട്. അപ്പോൾ നോർമലി നമുക്ക് കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം. അതായത് നമ്മുടെ സോൾട്ടി ആയിട്ടുള്ള പോപ്കോൺ നമ്മൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അതല്ല നമുക്ക് ബട്ടർ ഫ്ലേവറുള്ള പോപ്കോൺ ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ ഓയിൽ ചേർത്തിട്ടില്ലേ, അതിന് പകരമായിട്ട് ബട്ടർ ചേർത്തിയിട്ട് അതിനകത്ത് നമ്മുടെ കോൺസ് പൊട്ടിച്ചെടുത്താലും മതി. അങ്ങനെയാണ് നമ്മൾ ബട്ടർ ഫ്ലേവേർഡ് ആയിട്ടുള്ള പോപ്കോൺ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള പോപ്കോൺ ആണ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൽ നിന്നും പോപ്കോൺ ഞാൻ കംപ്ലീറ്റ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഈ ചുവട് കട്ടിയായിട്ടുള്ള പാത്രം എടുത്ത് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ്. ഏകദേശം ഒരു 2-2.5-3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഒരു ചോക്ലേറ്റിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഗ്ലൈസിങ്ങും നല്ലൊരു ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും കൂടെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഞാൻ ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് തന്നെ ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വെച്ചിരുന്നിട്ട് ഒന്ന് ഉറച്ചു പോയതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 ബാർ കുക്കിംഗ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഞാനത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ ചൂടിൽ കിടന്നിട്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതിങ്ങനെ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കുക കേട്ടോ. ആ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുമ്പം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടിക്കോളും ചൂട് തട്ടുമ്പം. ഇനി ഞാനിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പോപ്കോണിൽ കംപ്ലീറ്റ് ആയിട്ട് ചോക്ലേറ്റ് കോട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ 2 ബാർ ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം സ്വീറ്റൻഡ് ആയിട്ടുള്ള കൊക്കോ പൗഡർ, ഒരു 1/4 കപ്പിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പാലിൽ നല്ല പോലെ മിക്സ് ചെയ്ത കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ചോക്ലേറ്റ് തന്നെ കൂടുതലുണ്ടെങ്കിൽ അത് ചേർത്തിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതുകൂടെ ഒന്ന് ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നതിന് ശേഷമാണ് നമ്മൾ എടുത്തിട്ടുള്ള പോപ്കോൺ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഞാൻ വീണ്ടും പറയാൻ കേട്ടോ, നിങ്ങളുടെ കയ്യിൽ കുക്കിംഗ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടും കുട്ടികൾക്ക് ഇങ്ങനെ മുഴുവനായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്ന ചോക്ലേറ്റിൻ്റെ പോപ്കോൺ ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് പോപ്കോണും ഇതിനകത്ത് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ ഇതിന് ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറുകി വന്നതിന് ശേഷം തന്നെ നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഈ ഒരു പോപ്കോൺ അതിനകത്ത് ചേർത്തിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള പോപ്കോൺ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ചൂടോട് കൂടിയിട്ടിരിക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടായിരിക്കും കേട്ടോ, അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊരു കണ്ടീഷൻ ആയിരിക്കും. പക്ഷേ ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മളിപ്പം റെഡിയാക്കി മെൽറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ പോപ്കോൺ റെഡിയാക്കി എടുത്തിട്ടുള്ള ബൗളിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിതിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് പോപ്കോണിൽ നല്ല പോലെ തന്നെ കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ചോക്ലേറ്റ് ഉള്ള വലിയ പാത്രത്തിലേക്ക് എടുത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് പോപ്കോൺ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. ട്രൈ ചെയ്യുന്നവർ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്